എന്തുണ്ട് വിശേഷം? ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷേ ലൈഫില് എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. സോ നമുക്ക് അങ്ങനെയുള്ള വർക്കുകൾ അതെ. എങ്ങനെയുണ്ട് പെയിന്റ് കാര്യങ്ങളൊക്കെ അടിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല? ഇല്ല, നന്നായിട്ട് ക്ലീൻ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, ഇത് ചെയ്യുക എന്നുള്ളതാണ്. നര കാര്യങ്ങൾ അങ്ങനെയൊന്നും പ്രോബ്ലം ഒന്നുമില്ല. വർക്കുകൾ കിട്ടുമ്പോ ഭയങ്കര ഹാപ്പിയാണ്. അതെ. ഇതിപ്പോ എത്ര നാളായി? 13 വയസ്സ് തൊട്ട് 19 വയസ്സില് 13 വയസ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പുലിക്കളിയായിരുന്നു മെയിൻ ആയിട്ട്. ഇപ്പൊ പിന്നെ ഓക്കെ സിനിമയാണ്. ഓക്കെ, തീർച്ചയായിട്ടും. ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റേ നടൻ? എല്ലാ നടന്മാരെയും. ഡയറക്ടർ ആരെങ്കിലും? പത്മരാജൻ. ഓക്കെ, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ദാസപ്പൻ എന്നാണ് പേര് അല്ലേ? തീർച്ചയായിട്ടും. ചേട്ടൻ്റെ വീടൊക്കെ? ഓക്കെ. തൃശ്ശൂര് പരിചയമില്ലാത്ത ആൾക്കാർ കുറവായിരിക്കും ചേട്ടന് സത്യത്തില്. എന്താ കാര്യം വെച്ചാൽ തൃശ്ശൂര് മെയിൻ ആയിട്ട് രാഗം തിയേറ്ററിലും കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും എല്ലാ സംഭവം ഉണ്ട്. ഇപ്പോ ഇത് നമ്മളുടെ അസീക്കയുടെ മറ്റേ പഞ്ചഗുസ്തി മത്സരം. ഓക്കെ 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 ഓക്കെ, തീർച്ചയായിട്ടും. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ നമ്മുടെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പക്ഷെ തൃശ്ശൂര് വേറെ ആരും ഇല്ലല്ലോ, ചേട്ടൻ മാത്രം തന്നെയുള്ളൂ. ഈ പറഞ്ഞ പോലെ ലൈവായിട്ട് നിൽക്കുന്നത് ഒരു 365 ദിവസം ലൈവായിട്ട് നിൽക്കുന്നത് താങ്കള് മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഒരു കാര്യത്തില് ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം നമ്മളൊരു തൊഴിൽ കണ്ടെത്തുക, അത് ഭയങ്കര യൂണീക്കായിരിക്കുക, അത് വലിയ കാര്യമാണ്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് ചേരുന്നതാണോ അല്ലെങ്കിൽ? അല്ല, എനിക്ക് ഭയങ്കര ഈ ഓണങ്ങളൊക്കെ പുലിക്കൽ പണ്ട് ഞങ്ങള് 6 വയസ്സ് 7 വയസ്സിലൊക്കെ ഈ ചോക്ക് വരച്ചിട്ട് പോകും. ഓരോ നേന്ത്രപ്പഴം പഴം പുഴുകി അങ്ങനെ ഇതങ്ങനെ 16 മുഖം 16 മുഖം ഇപ്പൊ ഇല്ലാതെ 16 മുഖത്തിന് ഒരു പുലിക്കൽ ഉണ്ടാവാറുണ്ട് ടൗണില്. മേളം കൊട്ടി പുലികള് അവസാനം യൂസ് വന്ന് 16 മുഖം. അങ്ങനെ ചെറുപ്പത്തിലും തടി ഭയങ്കര കുറവൊന്നും. നമ്മൾ തടിയന്മാര് പുലികൾക്ക് ഉണ്ടാവില്ല. ഇപ്പോഴാണ് ഈ കാലം പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴാണ് 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഈ തടിയന്മാര് ഈ തടി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ മാനേജ് ചെയ്യാറുണ്ട്. അതെ, ഫുഡ് കാര്യങ്ങള് നോർമലി സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്ന അതേപോലെ തന്നെ. അങ്ങനെ എന്തെങ്കിലും എക്സർസൈസ് കാര്യങ്ങള്? ഇല്ല, നമ്മള് വേറെ ജോലിക്കൊക്കെ പോകും, ജോലിക്കൊക്കെ പോകും. ഓക്കെ, ഞാൻ സിനിമ തീർന്നു. അപ്പൊ ഒന്ന് മാറി. തീർച്ചയായിട്ടും. നമ്മൾ പ്രായം പരിപാടിക്ക് വന്നപ്പോ അവർക്ക് നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. നല്ല ചൂടാണ് അല്ലേ? അപ്പോ ചൂടാ. അപ്പോ ഇത് കഴിഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലല്ലോ? 20 ചാമ്പ്യൻഷിപ്പ് ഇനിയിപ്പോ ഇന്ന് തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് അല്ലേ? വിജയേട്ടനാണ് ഉദ്ഘാടനം. തീർച്ചയായിട്ടും. അപ്പൊ കണ്ടോ, നമ്മുടെ താരമാണ്, തൃശ്ശൂർ താരമാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കലാരൂപം, കാര്യങ്ങള് ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ 365 ദിവസവും ഈ പറഞ്ഞ പോലെ ആക്റ്റീവായിട്ടുള്ള ഒരു കക്ഷിയാണ്. താങ്ക്സ് ഏട്ടാ.